ഓക്കെ, ഇന്ന് മെയ് 13 ബുധനാഴ്ച. അപ്പോൾ ഈ ഒരു വീക്ക് ഫസ്റ്റത്തെ 2 ദിവസം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇന്ന് തൊട്ട് അത്യാവശ്യം ഒരു എന്താ പറയുക, തീരെ ഒരു പിടുത്തം തരാത്ത മാർക്കറ്റാണ്. എനിക്ക് യൂറോയിലും ഇപ്പോൾ വ്യൂ ഇല്ല, GBPയിലും വ്യൂ ഇല്ല, ഗോൾഡിലും മര്യാദയ്ക്കുള്ള വ്യൂ ഇല്ല. ഗോൾഡിൽ പക്ഷേ ഞാനിപ്പോൾ ഒരു ഷോർട്ട് എൻട്രി എടുത്തിട്ടുണ്ട്, ചെറിയൊരു എൻട്രിയാണ്. പക്ഷെ അതെനിക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് മാർക്കറ്റാണ്, മനസ്സിലായില്ലേ? ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കളിക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ ഒരു നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഏരിയ അറിയില്ലെങ്കിൽ ട്രേഡ് എടുക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. ഇത് ഞാൻ ചെറിയൊരു എൻട്രി, അതുകൊണ്ട് പിന്നെ എക്സ്പീരിയൻസ് വെച്ചെടുത്താൽ ശരിയാവുമായിരിക്കും. ഓക്കെ, ഇത് റണ്ണിങ്ങിലാണ്, TP ആയിട്ടില്ല. TP ആയാലും സന്തോഷം, TP അല്ലെങ്കിൽ ഒന്നും പറയാനില്ല. ഓക്കെ, നമുക്ക് ഈ വീക്ക് 2 ദിവസം ഞാൻ ട്രേഡ് എടുത്ത പേഴ്സ് എന്ന് പറയുന്നത് ഗോൾഡും യൂറോ USD ആണ്. ഗോൾഡിൽ എങ്ങനെയാണ് ട്രേഡ് എടുത്തതെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഗോൾഡിൽ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. ഒരു 4 ഹവറിലെ FEG എന്ന് തോന്നി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ ആ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മൺഡേ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് റിട്രേസ്മെൻറ്റ് ഇട്ട സമയത്ത് ഞാൻ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. എൻട്രി എടുക്കാൻ കാരണം പറഞ്ഞുതരാം. ഓക്കെ, അപ്പം എൻ്റെ എൻട്രി മെത്തേഡ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ, മീൻസ് വീഡിയോ കുറച്ച് കാണുന്ന ആൾക്കാരാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ക്യാൻഡിൽ ക്ലോസ് കാണണം, ഒരു ഹൈൻ്റെ മേലെ ക്യാൻഡിൽ ക്ലോസ് ഉണ്ടായാലേ ഞാൻ തിരിച്ച് ട്രേഡ് എടുക്കുകയുള്ളൂ. ആ ഒരു ഹൈ ആണ് ഈ ഒരു ഹൈ വരുന്നത്, ഈ ഒരു സിനാരിയോയിലെ. ഈ ഞാൻ മാർക്ക് ചെയ്ത ഏരിയയിൽ ഇതെത്തി, മാർക്കറ്റ് എത്തി. എന്നിട്ട് തിരിച്ച് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് എൻ്റെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ വരച്ചിട്ട് അവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഈ ഒരു ഹൈ എടുത്തിട്ടില്ല, എനിക്ക് ക്ലോസ് കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെത്തേഡ് ഉണ്ട്, ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അറിയാൻ മതി. കൺസോൾട്ടേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏഷ്യൻ സെഷനിൽ കൺസോൾട്ടേഷൻ ആണെങ്കിൽ തൊട്ടടുത്ത ഇതിൽ ഒരു മാനിപ്പുലേഷൻ തരും. അതിന് ശേഷമാണ് മാർക്കറ്റ് ശരിക്കുള്ള ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക. ആ ഒരു രീതിയും കൂടി വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഞാൻ 50 മിനിറ്റിൽ OBയിലാണ് ഞാൻ എൻ്റെ ട്രിഗറിങ് പോയിൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് SL അതിൻ്റെ അടിയിലും TP ഏഷ്യൻ്റെ ഹൈയും വെച്ചു. പക്ഷേ അന്ന് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 1:2.5 ആണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചൊവ്വാഴ്ച ഗോൾഡിൽ തന്നെ ഒരു ട്രേഡ് കിട്ടി, എടുക്കണ്ടായിരുന്നു എന്നുണ്ട്, പക്ഷേ എടുത്തു പോയി, ഇനിയൊന്നും പറയാൻ പറ്റില്ല. തിരിച്ച് എൻ്റെ ഏരിയയിൽ തന്നെ എത്തി. ഞാൻ ഇതെടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഹൈ നമുക്കിവിടെ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, സാധാരണ നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് എടുത്ത് മാർക്ക് ചെയ്യും, ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ എൻട്രി ഉണ്ടോ നോക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രത്യേകിച്ച് എൻട്രി കിട്ടിയില്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു, ഈ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എൻട്രി എടുത്ത അതേ ഒരു ഏരിയയിൽ നിന്ന് തന്നെ എൻട്രി എടുത്തു. പക്ഷേ ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തിട്ട് എൻ്റെ SL അടിച്ചിട്ട് മാർക്കറ്റ് നേരെ പോയി TP അടിച്ചു. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇന്നത്തെ എൻട്രി ഞാൻ എടുത്തത് ഇപ്പോൾ ഒരു റണ്ണിങ് ട്രേഡിലാണ്. ഇതെങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഏഷ്യൻ സെഷനിൽ നമുക്കൊരു റേഞ്ചിലാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ, ഇപ്പം താഴോട്ട് തന്നെയാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഒരു 50% ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം മാർക്കറ്റ് ആ 50% ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ലിക്വിഡിറ്റി എടുത്തു. എൻ്റെ പ്രീമിയം ഡിസ്കൗണ്ട് കൂടെ എടുത്ത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ തന്നെയാണ് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് എൻ്റെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ വന്നതിന് ശേഷം തിരിച്ച് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു, ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ തൊട്ടാണ് ഞാൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു ഇംബാലൻസ് ഇല്ല, ഈ കംപ്ലീറ്റ് ഇംബാലൻസിൻ്റെ ഈ ഒരു റേഞ്ചിലാണ് എൻ്റെ ട്രിഗറിങ് പോയിൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. SL ഈ ഒരു ഹൈൻ്റെ കുറച്ച് മേലെ, TP വെച്ചത് ഏഷ്യൻ ലോൻ്റെ അടിയിലാണ്. ഏഷ്യൻ ലോയിലാണ് ഞാൻ എൻ്റെ TP വെച്ചത്. ഇപ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. 2.3 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് TP എടുക്കുമായിരിക്കും എന്നാണ് വിശ്വാസം. ഓക്കെ, ഇനി ഞാൻ യൂറോയിൽ ട്രേഡ് എടുത്തത് പറഞ്ഞുതരാം. യൂറോയിൽ ഓക്കെ,
ട്രേഡ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു, പക്ഷേ എനിക്ക് ഈ 2 ഭാഗത്താണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് 2 ട്രേഡും എക്സിക്യൂട്ട് ആയില്ല. ആ ഭാഗത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ യൂറോ USDയിൽ ഈ ഒരു ഏരിയ ആയിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ മേലോട്ട് ട്രേഡ് നോക്കാനായിരുന്നു പറഞ്ഞത്. പക്ഷേ മാർക്കറ്റ് കണ്ടീഷൻ, ഞാൻ മേലോട്ട് ട്രേഡ് ഉദ്ദേശിച്ചത് ഹൈയിലേക്ക് യൂറോ USD പോകുന്നതായിരുന്നു. പക്ഷെ മാർക്കറ്റ് സമ്മതിച്ചില്ല. കുറേ ന്യൂസ് ഉണ്ട്, കുറേ കാരണങ്ങൾ കാരണം ഇപ്പോൾ മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നത്. അതിൻ്റെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഈ ട്രേഡ് കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ എന്നായിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് നല്ലോണം ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് പോയി. അതിനുശേഷം തിരിച്ച് റിട്രേസ്മെൻറ്റ് കിട്ടി. റിട്രേസ്മെൻറ്റ് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഷ്യൻ ആ ഒരു സെഷനിൽ ഒരു വി ഷേപ്പ് ഒക്കെയാണ്. ഇതിപ്പോൾ ഒരു വി ഷേപ്പ് പോലല്ലേ, ഈ ഒരു വി ഷേപ്പ് പോലെയൊക്കെയാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നമുക്ക് ഏഷ്യൻ്റെ ലോ സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് അപ് ട്രെൻഡിലേക്ക് ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നോക്കിയത്. പക്ഷേ ട്രേഡ് എനിക്ക് എക്സിക്യൂട്ട് ആയില്ല. കാരണം ഞാൻ മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് തിരിച്ച് ഈ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് എനിക്ക് എൻട്രി സെറ്റപ്പിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിലേക്ക് തിരിച്ച് ഈ ഒരു FEGയിലേക്ക് തിരിച്ച് മാർക്കറ്റ് എത്തുന്ന സമയത്ത് ട്രേഡ് എടുക്കാൻ വേണ്ടി ട്രിഗറിങ് പോയിൻ്റ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചു. ഏഷ്യൻ റേഞ്ചിൻ്റെ ഹൈ വരെയാണ് നോക്കുക. ഞാൻ കുറച്ചിട്ട് ഒരു 1:5 റേഷ്യോയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല, ഡയറക്റ്റ് തന്നെ പുഷ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് മിസ്സായി. ഓക്കെ, എനിക്ക് ശരിക്കും വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്ന സമയത്തും ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ച് റിട്രേസ്മെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് ആ ട്രേഡ് പോയത്. ഇനി അടുത്ത ട്രേഡ് ഇന്നത്തെ ട്രേഡായിരുന്നു. ഇന്ന് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത സമയത്ത്, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം മൊമെൻറ്റം താഴോട്ട് കിട്ടിയ സമയത്ത് ഈ ലോ ബ്രേക്ക് ചെയ്തു, ഈ ലോ ബ്രേക്ക് ചെയ്തു, ഈ ലോ ബ്രേക്ക് ചെയ്തു, അങ്ങനെ ഒരു മൊമെൻറ്റം താഴോട്ട് കിട്ടിയ സമയത്ത് ഞാൻ എൻട്രിയിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നുണ്ടായിരുന്നത്. ഞാൻ 15 മിനിറ്റിലെ ഒരു FEG ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് തിരിച്ച് മാർക്കറ്റ് വരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നിന്നുണ്ടായിരുന്നത്. ഞാൻ ഈ ട്രിഗറിങ് പോയിൻ്റ് വെച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഒരു രണ്ടാമത്തെ വിക്ക് ഫോം ചെയ്ത സമയത്താണ്, രണ്ടാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്താണ് ഞാൻ ഈ ഒരു FEGയിൽ എൻ്റെ ട്രിഗറിങ് പോയിൻ്റ് വെച്ച് SL ഈ ഒരു ഹൈൻ്റെ മേലെ വെച്ച് TP 1:2 ആണ് വെച്ചത്. പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് വരാതെ തന്നെ നല്ല ഒരു മൊമെൻറ്റം താഴോട്ട് തന്നു. പക്ഷേ എങ്ങനെയാണ് താഴോട്ട് തന്നതെന്ന് എനിക്കറിയില്ല, ന്യൂസ് ഞാൻ നോക്കിയിട്ടില്ല. മീൻസ് ഇത് വരാനുള്ളൊരു ന്യൂസ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ. എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രഡിക്ഷനോ മാർക്കറ്റ് അനലൈസ് ചെയ്തൊരു സ്ഥലം പറയാൻ പറ്റുന്നില്ല ഒരു കറണ്ട് കണ്ടീഷനിൽ. അപ്പോൾ ഈ വീക്ക് ട്രേഡ് ഒഴിവാക്കാൻ നോക്കുകയാണെങ്കിൽ അതായിരിക്കും നന്നാവുക. അപ്പം നെക്സ്റ്റ് അനാലിസിസ് വീഡിയോയിൽ കാണാം.